ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ കാണിക്കുന്നത് അനിയും അനാമികയും കൂടി നിന്ന് സംസാരിക്കുകയാണ്. അനാമിക നല്ല ദേഷ്യത്തിലാണ്. ചടങ്ങിന് നന്ദു വന്നതിൻ്റെ ദേഷ്യമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ അനാമിക പറയുന്നുണ്ട്, എനിക്ക് ഇഷ്ടമല്ല അന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ അവർ എന്തിനാ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്? നമ്മൾ തമ്മിലുണ്ടാകുന്ന മെയിൻ പ്രശ്നം അവൾ കാരണമാണല്ലോ. അതുകൊണ്ട് അവരുടെ വീട്ടുകാർക്ക് അത് അറിയാം. അതുകൊണ്ട് ആ സ്ഥിതിക്ക് അവളെ മാറ്റി നിർത്തുകയല്ലേ ചെയ്യേണ്ടത്, അല്ലാതെ കൂടെ കൊണ്ടുവരേണ്ട കാര്യമുണ്ടായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ അനാമിക പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കിനും അനി പറയുന്നുണ്ട്, അവള് വന്നതേ വേറൊന്നും കൊണ്ടല്ല, ഇവിടെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ നിർബന്ധിച്ച് പറഞ്ഞതുകൊണ്ടാണ് നന്ദുവിനെ കൊണ്ടേ വരാവുള്ളൂ എന്ന്. അതുകൊണ്ടാണ് അവർ കൂട്ടിക്കൊണ്ടു വന്നതും. ഈ വീട്ടിലെ കാരണവന്മാർ പറയുന്നത് എല്ലാവരും കേൾക്കും. ആ രീതിയിലാണ് എല്ലാവരും ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നതും എന്നിങ്ങനെ അനി പറയുമ്പോഴേക്കും അനാമിക പറയുന്നുണ്ട്, എന്ത് കാരണവന്മാര്? അവരെയൊക്കെ പറഞ്ഞു മയക്കി വെച്ചേക്കാണ് നിന്റെ ഏട്ടത്തി എന്ന് പറയുന്ന ആ അവള്. ഇനിയിപ്പോ എൻ്റെ ഭാഗത്ത് നിൽക്കുന്ന എൻ്റെ അമ്മായിയമ്മയും നിന്റെ വല്യമ്മയും ഒക്കെ ഉള്ളൂ. അവരെ കൂടി പറഞ്ഞു മയക്കും അവൾ എന്ന് ഇങ്ങനെ നയനയെ കുറ്റപ്പെടുത്തി പറയുന്നുണ്ട് കേട്ടോ. ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്കിനും ദേവയാനിക്ക് അങ്ങ് വയറ് നിറയുന്നുണ്ട്. ദേവയാനി അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അനി ചോദിക്കുന്നുണ്ട്, വീട്ടിനകത്ത് വന്നതിന് ശേഷം നീ ഒരു ദിവസമെങ്കിലും എനിക്ക് സമാധാനം തന്നിട്ടുണ്ടോ? ഒരു ദിവസമെങ്കിലും നിനക്ക് എന്നോടൊന്ന് വഴക്കുണ്ടാക്കാതിരുന്നൂടെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും അനാമിക പറയുന്നുണ്ട്, വഴക്കുണ്ടാക്കേണ്ട, സ്നേഹത്തോടെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ നീ എന്നെ ഒന്ന് സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നണം. നീ എന്നെ സ്നേഹിക്കുന്നില്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അനി പറയുന്നുണ്ട്, ഇല്ലടി, നിന്നെ ഞാൻ സ്നേഹിക്കത്തില്ല. എൻ്റെ ഏട്ടത്തെ വെറുക്കുന്ന നിന്നെ സ്നേഹിക്കാൻ എനിക്ക് കഴിയുകയില്ല എന്ന് പറയുമ്പോഴേക്കും അനാമിക പറയുന്നുണ്ട്, അങ്ങനെയല്ല, നിന്റെ ഏട്ടത്തിയെ സ്നേഹിക്കാത്തത് കൊണ്ടല്ല, നിന്റെ ഏട്ടത്തിയുടെ അനിയത്തി ഉണ്ടല്ലോ അവളെ ഞാൻ വെറുക്കുന്നുണ്ട്, അത് നിനക്ക് ഇഷ്ടമല്ല, അതാണ് കാരണം എന്ന് പറയുമ്പോഴേക്കും അനി പറയുന്നുണ്ട്, അങ്ങനെയെങ്കിൽ അങ്ങനെ എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട അനി അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. പിന്നീടായിട്ട് കാണിക്കുന്നത് കനകയും ഗോവിന്ദനും ഒക്കെ ചടങ്ങൊക്കെ കഴിഞ്ഞ് പോവാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ്. അപ്പോഴേക്കും ആദർശും നയനയൊക്കെ ദേവയാനി എല്ലാവരും അവരെ യാത്ര അയക്കാനായിട്ട് നിൽപ്പുണ്ട്. അപ്പോഴേക്കും ഇങ്ങനെ ദേവയാനിയുടെ മനസ്സിലിങ്ങനെ തോന്നുകയാണ്, ഇനി ഇവർ തിരിച്ചു പോകുമ്പോഴേക്കും നമ്മുടെ നയനയെ തിരിച്ച് കൂട്ടിക്കൊണ്ട് പോവുമോ, 2 ദിവസം വീട്ടിൽ നിൽക്കാനായിട്ട് വിളിക്കുമെന്നിങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തേക്ക് ഇങ്ങനെ ഭയങ്കര ടെൻഷനിലാണ് കേട്ടോ. അപ്പോഴേക്കും ഗോവിന്ദൻ പറയുന്നുണ്ട്, മോക്ക് ആദർശമോനെ ഇപ്പോൾ മോളെ കാണാതെ ഇരിക്കാനേ പറ്റത്തില്ല എന്നാണ് അമ്മ പറയുന്നത്. അപ്പോൾ പിന്നെ എന്താ, അല്ലെങ്കിൽ 2 ദിവസം മോളെ കൊണ്ട് വീട്ടിൽ നിർത്തായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല, ഇനിയിപ്പോൾ എനിക്ക് അവളെ കാണണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എനിക്ക് അങ്ങോട്ടേക്ക് വരാമല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നയനയും പറയുന്നുണ്ട്, ഇല്ല കുഴപ്പമില്ല അമ്മയെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കിനും കനകയോടായിട്ട് കനക പറയുന്നുണ്ട്, മോള് 2 ദിവസം വന്ന് നിൽക്കട്ടെ എന്ന് പറയുമ്പോഴേക്കും ദേവയാനി പറയുകയാണ്, ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ലല്ലോ, എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവൾ ഇവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ബുദ്ധിമുട്ടാണ് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ആ സ്ഥിതിക്ക് പോകണ്ട എന്ന് ദേവയാനി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നയനയും പറയുന്നുണ്ട്, ഇല്ലമ്മേ, ഞാനിപ്പോൾ വരുന്നില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ പറയുമ്പോഴേക്കും നവ്യ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നവ്യയുടെ അടുത്ത് എന്നിട്ട് കനക പറയുന്നുണ്ട്, മോളെ ശരീരമൊക്കെ നന്നായിട്ട് നോക്കണം, നന്നായിട്ട് ഭക്ഷണം കഴിക്കണം, മോൾക്ക് എന്ത് കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും അമ്മയെ ഫോൺ വിളിച്ച് പറഞ്ഞാൽ മതി, ഗോവിന്ദേട്ടൻ്റെ കയ്യിൽ ഞാൻ കൊടുത്തു വിടാമെന്നിങ്ങനെ പറയുമ്പോഴേക്കും ദേവയാനി പറയുന്നുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അവൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ഈ വീട്ടിൽ ആൾക്കാരുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും എല്ലാവരോടും യാത്ര പറഞ്ഞ് അവരിങ്ങനെ ഇറങ്ങിയാണ്. എല്ലാവരും പോയി കഴിയുമ്പോഴത്തേക്കിനും ആദർശും ദേവയാനിയും കൂടി മാത്രമായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ആദർശിനോടായിട്ട് ദേവയാനി പറയുന്നുണ്ട്, നീ എന്തിനാ അവളെ എപ്പോഴും വീട്ടിലേക്ക് പറഞ്ഞു വിടാൻ നോക്കുന്നത് എന്ന് പറയുമ്പോഴേക്കും ആദർശ് പറയുകയാണ്, ഇവിടെ ആർക്കും അവളോട് തീരെ താല്പര്യമില്ലല്ലോ, പിന്നെ അവൾക്ക് എന്തെങ്കിലും വയ്യാഴിക ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവൾക്കത് ബുദ്ധിമുട്ടല്ലേ, അപ്പോൾ അവൾ 2 ദിവസം സമാധാനമായിട്ട് വീട്ടിൽ പോയി നിന്നോട്ടെ എന്ന് കരുതിയിട്ടാണെന്ന് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ദേവയാനി പറയുന്നുണ്ട്, ഇവിടെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ വീട്ടിൽ പോയി നിൽക്കുന്നത് ആവശ്യമില്ല, കെട്ടിച്ച് വിട്ട് കഴിഞ്ഞാലേ
ഭാര്യമാർ നിൽക്കേണ്ടത് അവരുടെ അച്ഛനും അമ്മയുടെയും ഭർത്താവിൻ്റെയും കൂടെയാണ്. അവരുടെ ഭർത്താവിൻ്റെ വീട്ടിലാണ് നിൽക്കേണ്ടത്. അല്ലാതെ തോന്നുമ്പോൾ സ്വന്തം വീട്ടിൽ പോയി നിൽക്കുകയല്ല ചെയ്യേണ്ടത്. പിന്നെ അതൊന്നും അച്ഛനും അമ്മയ്ക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് ഇനി മേലാൽ നീ അവളെ വീട്ടിലോട്ട് കൊണ്ടുപോയി ആക്കാൻ നിൽക്കണ്ട, മനസ്സിലായി എന്ന് ചോദിക്കുമ്പോഴേക്കും ആ അമ്മേ മനസ്സിലായി എന്നിങ്ങനെ പറഞ്ഞിട്ട് ആദർശ് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശിനിങ്ങനെ മനസ്സിൽ ചെറിയൊരു സംശയമൊക്കെ തോന്നുന്നുണ്ട് ദേവയാനിയുടെ പെരുമാറ്റത്തിൽ എന്താ അമ്മയ്ക്ക് സംഭവിച്ചെന്ന്. പിന്നെ മുത്തശ്ശനെയും മുത്തശ്ശിയാണ് പിന്നീട് ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ മുത്തശ്ശനൊരു സംശയം ഇങ്ങനെ പറയുന്നുണ്ട്, ഫംഗ്ഷന് അലമ്പാൻ വേണ്ടിയിട്ട് അബി ഇങ്ങനെ അഭിനയിക്കുകയായിരുന്നോ, ചൊറിച്ചിലൊക്കെ അഭിനയിച്ചതായിരുന്നോ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അബിക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ലല്ലോ ഈ ഫംഗ്ഷൻ നടത്താൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്കിന് മുത്തശ്ശിയും പറയുന്നുണ്ട്, എനിക്കും അങ്ങനെ തോന്നി, അവൻ ചുമ്മാ ഡാൻസ് കളിക്കുന്നത് പോലെ കിടന്ന് കാണിക്കുകയായിരുന്നോ, അവൻ്റെ ദേഹത്ത് വല്ല തടിപ്പും ഉണ്ടോയെന്ന് ഇനിയും പോയി നോക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ടായിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, അപ്പോൾ ശരിക്കും ആ നവ്യമോക്കാണ് ആ ജ്യൂസ് കൊടുത്തിരുന്നത്. അപ്പോൾ നവ്യമോൾ അത് ആബിക്ക് കൊടുക്കുകയായിരുന്നു. ഇനി അവളുമാർ ആ ജ്യൂസിനകത്ത് എന്തെങ്കിലും കലക്കി കാണും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്തായാലും അത് അബിക്ക് കൊടുത്തു, അത് കഴിഞ്ഞ് രണ്ടാമത്തെ ക്ലാസ്സാണ് മോള് കുടിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങളിൽ സംശയമുണ്ടെന്ന് മോളും എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്തായാലും എന്തോ കാരണവന്മാരുടെയൊക്കെ ഭാഗ്യം കൊണ്ടാണ് ഈ കുടുംബത്തിൽ ഇപ്പോഴും പല പ്രശ്നങ്ങളും വന്നിട്ട് തട്ടി നീക്കി പോകുന്നത്. എന്തായാലും ആ നവ്യാണെങ്കിൽ വന്നു കയറിയപ്പോൾ വളരെ മോശം സ്വഭാവമൊക്കെ ആയിരുന്നെങ്കിലും ഇപ്പോൾ നന്നായി ആ കുട്ടി മാറിയിട്ടുണ്ട്, എന്നാൽ ഒരിക്കലും മാറാത്തത് അബിയാണ് എന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശി ഇങ്ങനെ പറയുന്നുണ്ട്, അബി എങ്ങനെ മാറാനാ, അബിയുടെ മാറണമെങ്കിൽ അമ്മ നന്നായിരിക്കണം, അമ്മയുടെ തനി സ്വരൂപം കിട്ടിയിട്ടുണ്ട് അബിക്ക്, പിന്നെ എങ്ങനെയാ നടക്കുക, പിന്നെ ഈ വീട്ടിൽ നമ്മളെയും അപായപ്പെടുത്തണമെന്ന് ചിലരൊക്കെ തീരുമാനിക്കുന്നുണ്ടോ എന്ന് കൂടി എനിക്ക് സംശയമുണ്ടെന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശിയും കൂടി സംസാരിച്ച് നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ അവർ പറയുന്നുണ്ട്, ഇനി നൈന മോളുടെയും കൂടി 5ാം മാസ ചടങ്ങ് നടത്തി ആ കുഞ്ഞിനെയും കൂടി താലോലിക്കാനുള്ള ഒരു ഭാഗ്യം നമുക്ക് കിട്ടുമോ എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴത്തേക്കിനും മുത്തശ്ശി പറയുന്നുണ്ട്, ആ നൈനമോളും ആദർശമോനും തമ്മിൽ ഇപ്പം നല്ല സ്നേഹത്തിലാണ്, ഇനിയിപ്പോൾ അവരെ പിരിക്കാൻ നമ്മൾ നോക്കിയാൽ പോലും സാധിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ ചിരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതോടുകൂടി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഉടനെ തന്നെ നമുക്കൊരു പേരക്കുട്ടിയെ കാണാൻ സാധിക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷമായിട്ട് പിന്നീടായിട്ട് കാണിക്കുന്നത് ജലജയും ജാനകിയും കൂടി ദേവയാനി ഇങ്ങനെ ഇരിക്കുന്നിടത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. ദേവയാനി ആണെങ്കിൽ ഈ സാരിയുടെ ഭംഗിയൊക്കെ നോക്കി വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇരിക്കുന്നിടത്തേക്ക് ജലജയും ജാനകിയും കൂടെ ചെന്നിട്ട് പറയുന്നുണ്ട്, ഏട്ടത്തിക്ക് ഇപ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും ഈ സാരി എങ്ങനെയുണ്ട്, ഈ സാരിയുടെ ഭംഗി ആസ്വദിച്ചിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോഴേക്കും ജലജ പറയുന്നുണ്ട്, നല്ല ഭംഗിയുണ്ട്, ഈയിടെയായിട്ട് ചേച്ചിക്കിപ്പോൾ മുഖത്തിൻ്റെ ഭംഗിയും സ്വന്തം കാര്യങ്ങളും ഒക്കെ നോക്കലും സൗന്ദര്യം നോക്കലും സാരിയുടെ ഭംഗി നോക്കലും ഒക്കെ ഇച്ചിരി കൂടിയിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോഴേക്കും ദേവയാനി പറയുന്നുണ്ട്, സാരിയുടെ സൗന്ദര്യവും മുഖവും എൻ്റെ സമൂഹ സൗന്ദര്യത്തിൻ്റെ കാര്യമല്ല പറഞ്ഞത്, എൻ്റെ ആദർശമോ മേടിച്ചുകൊണ്ട് തന്ന സാരിയുടെ സൗന്ദര്യം കാണാനാണ് ഞാൻ നിന്നോട് പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കിനും ജലജ പറയുന്നുണ്ട്, ഏട്ടത്തേക്ക് ഏറെയായിട്ട് ഇപ്പോൾ ചുറുചുറുക്ക് ഇപ്പം അല്പം കൂടിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഞങ്ങൾക്ക് സംശയം എന്ന് പറയുമ്പോഴേക്കും ഞാൻ അങ്ങനെയൊന്നും ചോദിച്ചില്ലല്ലോ എന്നിങ്ങനെ ദേവയാനി പറയുന്നുണ്ട് കേട്ടോ. അന്നേരം ജാനകി പറയുന്നുണ്ട്, അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം, ഇന്നിപ്പോൾ നവ്യയുടെ 5ാം മാസത്തെ ചടങ്ങ് നടന്നു, അന്നേരം അച്ഛനും അമ്മയും കൂടെ പറഞ്ഞത് എന്താണെന്ന് കേട്ടായിരുന്നോ, എത്രയും പെട്ടെന്ന് നയനയുടെയും ആദർശിൻ്റെയും ചടങ്ങ് കൂടി നടത്തണമെന്ന്, അതിന് നമ്മളങ്ങ് അനുവദിച്ചു കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം ദേവയാനി പറയുന്നുണ്ട്, അതിപ്പോൾ അവരെ തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല, ഈ വീട്ടിലെ മൂത്ത പേരക്കുട്ടി കൊച്ചുമകനാണ് ആദർശ്, ആദർശിൻ്റെ കുഞ്ഞിനെ ലാളിക്കണമെന്ന് അവർക്ക് ആഗ്രഹം തോന്നുമല്ലോ, പിന്നെ അത് ആ ആഗ്രഹം എനിക്കും ചെറുതായിട്ടൊക്കെ ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കിനും ജലജയുടെയും ജാനകിയുടെയും മുഖമൊക്കെ അങ്ങ് മങ്ങുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ കൂടെ ദേവയാനി പറയുകയാണ്, പിന്നെ മരുമകൾ അവളാണല്ലേ എന്ന് ഓർക്കുമ്പോഴാണ് എനിക്കൊരു സങ്കടം, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, അച്ഛനും അമ്മയ്ക്കും അവളെ ഭയങ്കര ഇഷ്ടമാണ്, അതുപോലെ തന്നെ ആദർശിന് ഇനി അവളില്ലാതെ മുന്നോട്ടൊരു ജീവിതം കാണുകയില്ല,
അതുപോലെ അവളെ ഇഷ്ടമാണ്. ആ സ്ഥിതിക്ക് ഞാൻ അതിനകത്ത് പോയി എതിർത്തിട്ടൊന്നും കാര്യമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും ജലജ ഇങ്ങനെ പറയുന്നുണ്ട്, ഒരസുഖം വന്നപ്പോഴേക്കും ഇങ്ങനെ അങ്ങ് മാറിപ്പോകുമോ? ഏട്ടത്തി എന്താ എന്തിനെ ഇങ്ങനെ പേടിക്കുന്നത്? അതിനൊന്നും ആവശ്യമില്ല എന്ന് പറയുമ്പോഴേക്കും ജാനകി പറയുന്നുണ്ട്, പിന്നെ എനിക്ക് നേരത്തെ വലിയൊരു ജോൺസ് ഒക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ സീരിയസ് ആയിട്ട് കിടന്നിട്ട് എൻ്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും വന്നില്ലായിരുന്നല്ലോ എന്ന് പറയുമ്പോഴേക്കും ദേവയാനി പറയുന്നുണ്ട്, ആര് പറഞ്ഞു നിനക്ക് മാറ്റം വന്നിട്ടില്ലെന്ന്? നീയേ നയന ഈ വീട്ടിലോട്ട് വന്ന സമയത്ത് അവളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് നീയായിരുന്നു. അന്ന് അവളെ എതിർക്കുന്ന എന്നോട് എത്ര തവണ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് നിന്റെ മരുമോൾ വന്നപ്പോൾ നീ അങ്ങ് മാറിയില്ലേ? ശരിക്കും മാറി, അതൊരു മാറ്റമല്ല എന്ന് ദേവയാനി ചോദിക്കുമ്പോഴേക്കും ജലജ പറയുന്നുണ്ട്, ആ ശരിയാ, ആ സംഭവത്തിൽ പിന്നെ നീ നന്നായിട്ട് മാറിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അന്നേരം ജാനകിക്ക് ടെൻഷനോ അതൊന്നും അല്ല കേട്ടോ, നയന ഗർഭിണിയായാലോ എന്നോർത്തിട്ടാണ്. അന്നേരം പിന്നെയും പറയാണ്, ഏതായാലും അവളുമാരെ ഇങ്ങനെ ഇവിടെ നിർത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ജലജ പറയുന്നുണ്ട്, ഈ കാര്യം ഇപ്പോഴാണോ നിനക്ക് ബോധം വന്നത്? അന്നേ നീ എൻ്റെ കൂടെ നിൽക്കുമായിരുന്നെങ്കിലേ പണ്ടേ 2 എണ്ണത്തിനെ അടിച്ച് പുറത്താക്കാൻ പറ്റുമായിരുന്നല്ലോ. നമുക്ക് ഒരുമിച്ച് നിന്നാല് എന്ന് ജലജ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഈ വീട്ടിലെ ആണുങ്ങളെല്ലാം അവർക്ക് സപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഞാനായിട്ട് പറഞ്ഞ് അവരെ കൊണ്ട് ഒന്നും ചെയ്യിക്കാൻ സാധിക്കത്തില്ല. എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ എന്നോട് അവർക്ക് ദ്വേഷം തോന്നുകയുള്ളൂ. അതുകൊണ്ട് പിന്നീടായിട്ട് കാണിക്കുന്നത് ജലജയും അഭിയും കൂടിയാണ്. അഭിക്കാണെങ്കിൽ ജ്യൂസ് കുടിച്ചിട്ടുണ്ടായി ചൊറിച്ചിൽ ഇതുവരെ മാറിയിട്ടില്ല. എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, അമ്മേ എന്തെങ്കിലും പിരട്ടി താമ്മേ, എനിക്ക് ചൊറിച്ചിൽ സഹിക്കാൻ മേല എന്ന് പറയുമ്പോഴേക്കും ജലജ പറയുന്നുണ്ട്, നീ പൊട്ടനാണോടാ? അല്ലാണ്ട് അവൾക്ക് കൊണ്ടുവച്ച ജ്യൂസ് നീ അല്ലാതെ വേറെ ആരെങ്കിലും കുടിക്കുമായിരുന്നോ? നീ ഇങ്ങനെ ഒരു പൊട്ടനായല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ജലജ. അപ്പോഴേക്കും അഭിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും പരിപാടി ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് നേരത്തെ എന്നോട് പറയണമായിരുന്നു, ഞാൻ എങ്ങനെ അറിയാനാ എന്നിങ്ങനെ അഭി തിരിച്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ. അന്നേരത്തേക്കിനും നവ്യ അങ്ങോട്ട് വരുന്നുണ്ട്. ഇത് കേട്ടുകൊണ്ട് മാറി നിൽക്കുകയാണ് കേട്ടോ നവ്യ. അപ്പോഴത്തേക്കിനും ജലജ പറയുന്നുണ്ട്, നിന്നെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇവിടെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മുടങ്ങിപ്പോകുന്നത് ആദ്യത്തെ സംഭവമൊന്നും അല്ലല്ലോ. നീ ഒന്ന് ഓർത്ത് നോക്കിയേ, ഇന്നാൾ ആ പാലിനകത്ത് വിഷം കലർത്തിയത് അത് നവ്യയ്ക്ക് കൊടുക്കാൻ വേണ്ടിയാണ് അനാമികയുടെ അമ്മയും കൂടി കലക്കി വെച്ചത്. അത് കറക്റ്റായിട്ട് എടുത്തുപോയി കുടിച്ചത് ഏട്ടത്തി. അതുകൊണ്ടല്ലേ ഏട്ടത്തി മരിക്കാറാകുന്ന അവസ്ഥ വരെ എത്തിയത്. ഏതായാലും അവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ടു പോകുന്നു. അതുകൊണ്ട് അവളുമാരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വിട്ടിട്ടുണ്ടെങ്കിലേ ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇത് കേട്ടുകൊണ്ട് നവ്യ നിൽക്കുന്നുണ്ട് ആകെ ടെൻഷനായിട്ട്. അന്നേരം അതിൻ്റെ കൂടെ ജലജ പറയുന്നുണ്ട്, അവളുമാർക്ക് ഒടുക്കത്തെ ഭാഗ്യമാണ്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? ശരിക്കും നവ്യയുടെ കുഞ്ഞിനെ കളയാൻ വേണ്ടിയാ അവളുമാര് ആ കാര്യം ചെയ്തത്. നേരെ തിരിച്ചടിച്ചത് അത് ഏട്ടത്തി എടുത്തു കുടിച്ച് അസുഖമെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്ന ഏട്ടത്തിക്കാണെങ്കിലോ ഇപ്പം ആകെപ്പാട് എല്ലാവരോടും ഒരു സ്നേഹമൊക്കെയാണ്, പ്രത്യേകിച്ച് അവളുമാരോട്. അതുകൊണ്ട് നേട്ടം ഉണ്ടായതും അവളുമാർക്ക് തന്നെ, അവളുമാർക്കും അവളുമാരുടെ വീട്ടുകാർക്കും എന്നിങ്ങനെ പറഞ്ഞിട്ട് ജലജ പറയുന്നുണ്ട്. എന്നിട്ട് ഇനിയും വൈകി പോയിട്ടൊന്നുമില്ല. അനാമികയുടെ അമ്മയും നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ ഇനി ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ ഒറ്റ കാര്യം മാത്രം നമ്മളങ്ങ് ശ്രദ്ധിച്ചാൽ മതി, അവരുടെ കൂടെ നമ്മൾ കൂടാതെ മാറി നിൽക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശത്രുക്കൾ തന്നെ തമ്മിൽ തല്ലി തീർന്നോളൂ എന്നൊക്കെ ഇങ്ങനെ ജലജ പറയുന്നുണ്ട് കേട്ടോ. ഇത് ഫുള്ള് നവ്യ കേട്ടിട്ട് നവ്യയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. നവ്യ അവിടെ നിന്ന് ദേഷ്യത്തോടു കൂടി പോകുന്നത് അനാമികയുടെ അടുത്തേക്കാട്ട് എടി എന്ന് വിളിച്ചിട്ട് ചെല്ലുന്നത്. അപ്പോൾ അനാമികയ്ക്കും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നവ്യ ചോദിക്കുന്നുണ്ട്, എൻ്റെ അനിയത്തിയെ ഇങ്ങോട്ട് വന്നത് നിനക്ക് തീരെ അങ്ങ് ഇഷ്ടപ്പെട്ടില്ല അല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇഷ്ടപ്പെട്ടില്ല, അതിനെന്താ സംശയം എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം നവ്യ പിന്നെയും ചോദിക്കുന്നുണ്ട്, അതിൻ്റെ വൈരാഗ്യം തീർക്കാനാണോ നീ ജ്യൂസിൻ്റെ അകത്ത് എന്തോ പൊടി കലർത്തി തന്നത്? എന്തായാലും എനിക്ക് നല്ല സംശയം തോന്നിയത് കൊണ്ടാണ് ആ ജ്യൂസ് ഞാൻ അഭിക്ക് കൊടുത്തത്. അവൻ്റെ അവസ്ഥ എന്താണെന്ന് കണ്ടല്ലോ. അത് ഞാൻ കുടിച്ചിരുന്നെങ്കിൽ ഞാനിവിടെ കിടന്ന് പുളഞ്ഞേനെ. അതിനു വേണ്ടിയാണ് അത് ചെയ്തത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും അനാമിക പറയുന്നുണ്ട്, ദേ അനാവശ്യം പറയരുത് കേട്ടോ, ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോഴേക്കും നവ്യ പറയുന്നുണ്ട്, ഞാൻ ഒരനാവശ്യവും പറയുകയല്ല, ഇനി ചെയ്യാനാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ട് അനാമികയുടെ കരണത്തിനിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനാമിക ഇങ്ങനെ കരണം പൊത്തിപ്പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്നെ തല്ലിയല്ലേടി എന്ന് പറയുമ്പോഴേക്കും 2-3 കൂടി നവ്യ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ആകെ ദേഷ്യം വരുന്നുണ്ട് അനാമികയ്ക്ക്. അന്നേരം അനാമിക പറയുന്നുണ്ട്, നീ എന്നെ തല്ലിയല്ലേ, നീ ഒരു കാര്യം ഓർത്തോ, ഇതൊന്നും ഞാൻ സഹിക്കുകയല്ല. ഇനി
ഒന്നെങ്കിൽ നീ അല്ലെങ്കിൽ ഞാൻ, ആ ഗതിയിൽ ആരെങ്കിലും ഈ ഒരാൾ വീട്ടിൽ മതിയെന്ന് അത് ഞാൻ തീരുമാനിച്ച് തരാം എന്ന് പറഞ്ഞ് അനാമിക പോകാനായിട്ട് തുടങ്ങുമ്പോഴേക്കും നവ്യ ഇങ്ങനെ കയ്യെ പിടിച്ചങ്ങ് നിർത്തുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അതെ നീ പോയി പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി അറിഞ്ഞിട്ട് പോക്കോ. എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വന്നത്. ഇതിനു മുമ്പ് നീ നിന്റെ അമ്മയും കൂടി പാലിനകത്ത് വിഷം കലർത്തി വെച്ചത് എനിക്ക് വേണ്ടിയായിരുന്നല്ലേ. എൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെടാൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഞാൻ എൻ്റെ കുഞ്ഞിനെ ഓർത്ത് മാത്രമാണ് ഞാനിപ്പോൾ ആകെപ്പാട് ജീവനോട് ഇരിക്കുന്നത്. എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുമായിരുന്നല്ലേ, അല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവർക്ക് ഭാരമായിട്ട് എവിടെയെങ്കിലും അതൊക്കെയല്ലായിരുന്നു നിൻ്റെയൊക്കെ ആഗ്രഹം. എന്തായാലും അത് കുടിച്ചത് വല്യമ്മയായിപ്പോയി. ആ ഒരു അവസ്ഥ എനിക്കാണ് വന്നതെങ്കിലോ എന്ന് ചോദിച്ചിട്ട് നവ്യ വീണ്ടും അനാമികനെ പിടിച്ച് തള്ളുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നവ്യ പറയുന്നുണ്ട്, ഞാനും എൻ്റെ അനിയത്തിയും കൂടി ഇങ്ങോട്ട് കയറി വന്നത് നല്ല സ്ഥിതിയിലല്ല. എന്നാലേ ഈ കുടുംബത്തിൽ ആർക്കും ഒരു ദോഷം വരുതെന്ന് ആഗ്രഹിച്ച് തന്നെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. പിന്നെ നീ ഇങ്ങോട്ട് വന്ന് കയറിയത് കുറേ സ്വർണം കൊണ്ടാണെന്നും കണ്ണായ സ്ഥലത്ത് കുറേ നിൻ്റെ വീട്ടുകാർക്ക് സ്ഥലം മേടിച്ച് തന്നെന്നോ കാർ തന്നെന്നോ ഒക്കെ പറഞ്ഞു. അതൊക്കെ ഇപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിയത്തില്ല. അതിൻ്റെ പുറകെയൊന്നും ഞാൻ ചെകഞ്ഞു പോകുന്നില്ല. ഈ വീട്ടിലേക്ക് ഞാൻ കയറി വന്നത് നേരായ വഴിയിലല്ലെന്ന് തന്നെ അറിയാം. എന്നാൽ ഞങ്ങൾ കരുതിയിരിക്കുന്നത് ഇവിടെയുള്ളവർക്ക് സന്തോഷം വരണം, ഈ വീട്ടിലുള്ളവർക്ക് നന്മ വരണമെന്ന് മാത്രമാണ്. പിന്നെ അതുകൊണ്ട് നീ മര്യാദിച്ച് ജീവിച്ചു പൊക്കോണം, അല്ലെങ്കിൽ നിന്നെ മര്യാദ പഠിപ്പിക്കാൻ എനിക്കറിയാം, അതുകൊണ്ട് പറയുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യ അങ്ങ് ഭയങ്കര ദേഷ്യത്തോടു കൂടി അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നീടായിട്ട് കാണിക്കുന്നത് നവ്യ പോയി നയനയോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. വല്യമ്മയ്ക്ക് കലക്കി വെച്ച പാലിനകത്ത് അനാമികയുടെ അമ്മയും കൂടിയാണ് വിഷം കലർത്തിയത്, അത് എനിക്ക് വേണ്ടിയിട്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും ആകെപ്പാടെ വിഷമിച്ച് നിൽക്കുന്ന നയനയെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തീരുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.